ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫേസ്ബുക്കിൻ്റെ കീഴിലാണ് വാട്സപ്പ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും മെസ്സഞ്ചർ ആയാലൊക്കെ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ കീഴിലാണ്. എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് എന്നോ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റേഷനാണ് ഡാർക്ക് മോഡ് എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റേഷൻ. അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലായാലും അതുപോലെ തന്നെ വാട്സപ്പിലായാലും ഒക്കെ നമുക്ക് ഡാർക്ക് മോഡ് എന്ന് പറയുന്ന ഫീച്ചർ അവൈലബിൾ ആണ്. തീം ചേഞ്ച് ചെയ്തുകൊണ്ട് വൈറ്റിൽ നിന്ന് ഡാർക്ക് കളറിലോട്ടാക്കാനുള്ള ഒരു ഫീച്ചർ എന്നോ അവൈലബിൾ ആയിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ഫേസ്ബുക്കിൽ ഇത് ഒരു അപ്ഡേറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഈ ഒരു ഫീച്ചർ ഇതുവരെ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ അപ്ഡേറ്റേഷനോട് കൂടി ഫേസ്ബുക്കിലും ഈ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഈ ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യാമെന്നാണ്. കൂടുതലായി പറഞ്ഞ സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ ചേർന്നിട്ട് നിങ്ങൾ ഈ ഫേസ്ബുക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ലേറ്റസ്റ്റ് വെർഷനിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ബീറ്റ വെർഷനിൽ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ബീറ്റ വെർഷൻ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്ന് തോന്നില്ല. ഞാൻ ജസ്റ്റ് ലേറ്റസ്റ്റ് വെർഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്തത് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ ബീറ്റ വെർഷൻ അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ആക്കുക. ഫേസ്ബുക്ക് ഓപ്പൺ ആക്കിയതിന് ശേഷം മുകളിലായി കാണുന്ന 3 ഡോട്ട് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കുറച്ച് താഴോട്ട് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് താഴോട്ട് വന്ന ഡാർക്ക് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ഡാർക്ക് മോഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇതിപ്പോൾ ഇവിടെ ഓഫ് ആയിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ആക്കി ഓൺ ആക്കി കൊടുത്താൽ മതി. ഓൺ ആക്കി കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കംപ്ലീറ്റ് ആയിക്കൊണ്ട് നമ്മൾ നേരത്തെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വന്ന പോലെ തന്നെ വളരെ ഈസി ആയിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡാർക്ക് മോഡ് എന്ന് പറയുന്ന ഫീച്ചർ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന ഫോണുകൾക്ക് ഓൾറെഡി ഒരു ഡാർക്ക് മോഡ് എന്ന് പറയുന്ന ഫീച്ചർ ഫോണിൽ തന്നെ അവൈലബിൾ ആണ്. അങ്ങനെയുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഫോണിലുള്ള ഡാർക്ക് മോഡ് ഓണാക്കി ഏത് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡാർക്ക് മോഡാക്കി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പുതുതായിട്ടാണ് കാണുക ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഓൺ ഓപ്ഷനിലോട്ട് മാറ്റാം. നമ്മുടെ ചാനൽ വരുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കൂ.